ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ നിനക്കായി ഏകദേശം 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ഓൾമോസ്റ്റ് ആൻ അവർ. നിനക്കായി, ഫോർ യു. ഏകദേശം, ഓൾമോസ്റ്റ്. 1 മണിക്കൂറായി, ഫോർ ആൻ അവർ. കാത്തിരിക്കുക, വെയിറ്റ്. I have been waiting for you for almost an hour. ഞാൻ നിനക്കായി ഏകദേശം 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. ദയവായി ഈ ഭാരം കൂടിയ ബാഗ് എടുക്കാൻ എന്നെ സഹായിക്കുമോ? Could you please help me with this heavy bag? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. ഭാരം കൂടിയ ബാഗ്, ഹെവി ബാഗ്. സഹായിക്കുക, ഹെൽപ്പ്. Could you please help me with this heavy bag? ദയവായി ഈ ഭാരം കൂടിയ ബാഗ് എടുക്കാൻ എന്നെ സഹായിക്കുമോ? ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയാൽ ഉടൻ നിങ്ങളെ തിരികെ വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക് ആസ് സൂൺ ആസ് ഐ ഫിനിഷ് മൈ വർക്ക്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. പൂർത്തിയാക്കുക, ഫിനിഷ്. ഉടൻ തന്നെ, ആസ് സൂൺ ആസ്. തിരികെ, ബാക്ക്. വിളിക്കുക, കോൾ. ഐ വിൽ കോൾ യു ബാക്ക് ആസ് സൂൺ ആസ് ഐ ഫിനിഷ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയാൽ ഉടൻ നിങ്ങളെ തിരികെ വിളിക്കാം. ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ത്രൂ ഔട്ട് ദ ഡേ. ദിവസം മുഴുവൻ, ത്രൂ ഔട്ട് ദ ഡേ. ആവശ്യത്തിന്, ഇനഫ്. വെള്ളം, വാട്ടർ. കുടിക്കുക, ഡ്രിങ്ക്. പ്രധാനം, ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ത്രൂ ഔട്ട് ദ ഡേ. ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ്. എനിക്ക് അസുഖമായതിനാൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് അൺവെൽ. അസുഖം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അൺവെൽ. യോഗം, മീറ്റിംഗ്. പങ്കെടുക്കുക, അറ്റൻഡ്. ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് അൺവെൽ. എനിക്ക് അസുഖമായതിനാൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. Please let me know if you need any further assistance. കൂടുതൽ, further. സഹായം, assistance. ആവശ്യം, need. ദയവായി, please. അറിയിക്കുക, no. Please let me know if you need any further assistance. നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. നഗരത്തിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നമുക്ക് നേരത്തെ പുറപ്പെടണം. We should leave early to avoid the heavy traffic in the city. നഗരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സിറ്റി. ഗതാഗതക്കുരുക്ക്, ഹെവി ട്രാഫിക്. ഒഴിവാക്കുക, അവോയ്ഡ്. നേരത്തെ, ഏർലി. പുറപ്പെടുക, ലീവ്. We should leave early to avoid the heavy traffic in the city. നഗരത്തിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നമുക്ക് നേരത്തെ പുറപ്പെടണം. ഞാനിപ്പോഴും ആ പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഐ ഹാവൻറ്റ് ഡിസൈഡഡ് ഇറ്റ് വെദർ ടു അറ്റൻഡ് ദ ഇവൻറ്റ് ഓർ നോട്ട്. പരിപാടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇവൻറ്റ്. പങ്കെടുക്കുക, അറ്റൻഡ്. തീരുമാനിക്കുക, ഡിസൈഡ്. ഐ ഹാവൻറ്റ് ഡിസൈഡഡ് ഇറ്റ് വെദർ ടു അറ്റൻഡ് ദ ഇവൻറ്റ് ഓർ നോട്ട്. ഞാനിപ്പോഴും ആ പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ തികച്ചും പ്രവചനാതീതമാണ്. The weather has been quite unpredictable these days. ഈ ദിവസങ്ങളിൽ, these days. കാലാവസ്ഥ, weather. തികച്ചും, quite. പ്രവചനാതീതം, unpredictable. The weather has been quite unpredictable these days. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ തികച്ചും പ്രവചനാതീതമാണ്. അടുത്തയാഴ്ച വീണ്ടും നിന്നെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു അഗെയിൻ നെക്സ്റ്റ് വീക്ക്. അടുത്തയാഴ്ച, നെക്സ്റ്റ് വീക്ക്. വീണ്ടും, അഗെയിൻ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു അഗെയിൻ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നിന്നെ വീണ്ടും കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവൾ കുട എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ കുട കൊണ്ടുവരാൻ മറന്നു. She forgot to bring her umbrella even though it was raining. മഴ, rain. കുട, umbrella. കൊണ്ടുവരിക, bring. മറക്കുക, forget. മറന്നു, forgot. She forgot to bring her umbrella even though it was raining.
മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവൾ കുട കൊണ്ടുവരാൻ മറന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. എന്തെങ്കിലും എനി ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. ദിവസാവസാനത്തോടെ ഞാൻ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റുകൾ അയക്കും. ഐ വിൽ സെൻഡ് യു ദ ഡോക്യുമെൻറ്റ്സ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ദിവസാവസാനത്തോടെ, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. അയക്കുക, സെൻഡ്. ഐ വിൽ സെൻഡ് യു ദ ഡോക്യുമെൻറ്റ്സ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ദിവസാവസാനത്തോടെ ഞാൻ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റുകൾ അയക്കും. അവർ അടുത്ത മാസം അവരുടെ വീട് പുതുക്കി പണിയാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദേ ആർ പ്ലാനിങ് ടു റിനോവേറ്റ് ദെയർ ഹൗസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെക്സ്റ്റ് മന്ത്. വീട്, ഹൗസ്. പുതുക്കി പണിയുക, റിനോവേറ്റ്. ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ പദ്ധതി ഇടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലാൻ. ദേ ആർ പ്ലാനിങ് ടു റിനോവേറ്റ് ദെയർ ഹൗസ് നെക്സ്റ്റ് മന്ത്. അവർ അടുത്ത മാസം അവരുടെ വീട് പുതുക്കി പണിയാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ടി വി കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ വാച്ചിങ് ടി വി. കാണുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാച്ച്. ഗൃഹപാഠം, ഹോംവർക്ക്. പൂർത്തിയാക്കുക, ഫിനിഷ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ വാച്ചിങ് ടി വി. ടി വി കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഞാൻ സാധാരണയായി ജോലി കഴിഞ്ഞ് വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. ഐ യൂഷ്വലി ഗോ ഫോർ എ വാക്ക് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക്. സാധാരണയായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂഷ്വലി. ജോലി, വർക്ക്. കഴിഞ്ഞ്, ആഫ്റ്റർ. വൈകുന്നേരം, ഈവനിങ്. നടക്കുക, വാക്ക്. പോകുക, ഗോ. ഐ യൂഷ്വലി ഗോ ഫോർ എ വാക്ക് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക്. ഞാൻ സാധാരണയായി ജോലി കഴിഞ്ഞ് വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലായ്പ്പോഴും കാലഹരണ തീയതി പരിശോധിക്കണം. യു ഷുഡ് ഓൾവേസ് ചെക്ക് ദ എക്സ്പയറി ഡേറ്റ് ബിഫോർ ബൈയിങ് എനി പ്രോഡക്റ്റ്. ഏതെങ്കിലും ഉൽപ്പന്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എനി പ്രോഡക്റ്റ്. ഉൽപ്പന്നം, പ്രോഡക്റ്റ്. വാങ്ങുക, ബൈ. മുൻപ്, ബിഫോർ. എല്ലായ്പ്പോഴും, ഓൾവേസ്. കാലഹരണ തീയതി, എക്സ്പയറി ഡേറ്റ്. പരിശോധിക്കുക, ചെക്ക്. യു ഷുഡ് ഓൾവേസ് ചെക്ക് ദ എക്സ്പയറി ഡേറ്റ് ബിഫോർ ബൈയിങ് എനി പ്രോഡക്റ്റ്. ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലായ്പ്പോഴും കാലഹരണ തീയതി പരിശോധിക്കണം. ചില മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാൽ എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാനാകില്ല. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ പാർട്ടി ഡ്യൂ ടു സം പ്രയോർ കമ്മിറ്റ്മെൻറ്റ്സ്. ചില എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സം. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ, പ്രയോർ കമ്മിറ്റ്മെൻറ്റ്സ്. കാരണത്താൽ, ഡ്യൂ ടു. പങ്കെടുക്കുക, അറ്റൻഡ്. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ പാർട്ടി ഡ്യൂ ടു സം പ്രയോർ കമ്മിറ്റ്മെൻറ്റ്സ്. ചില മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാൽ എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാനാകില്ല. ഈ ദിവസങ്ങളിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി വളരെ വേഗത്തിൽ തീരുന്നു. മൈ ഫോൺസ് ബാറ്ററി ഡ്രെയിൻസ് വെരി ക്വിക്ക്ലി ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ, ദീസ് ഡേയ്സ്. വേഗത്തിൽ തീരുക, ഡ്രെയിൻ. മൈ ഫോൺസ് ബാറ്ററി ഡ്രെയിൻസ് വെരി ക്വിക്ക്ലി ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി വളരെ വേഗത്തിൽ തീരുന്നു. എൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്കവ എവിടെയും കണ്ടെത്താനാകുന്നില്ല. ഐ ലോസ്റ്റ് മൈ കീസ് ആൻഡ് നൗ ഐ കനോട്ട് ഫൈൻഡ് ദം എനിവെയർ. താക്കോലുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കീസ്. നഷ്ടപ്പെടുക, ലൂസ്. നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. ഇപ്പോൾ, നൗ. എവിടെയും, എനിവെയർ. കണ്ടെത്തുക, ഫൈൻഡ്. ഐ ലോസ്റ്റ് മൈ കീസ് ആൻഡ് നൗ ഐ കനോട്ട് ഫൈൻഡ് ദം എനിവെയർ. എൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അവ എവിടെയും കണ്ടെത്താനാകുന്നില്ല. സമയപരിധിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. വി നീഡ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. സമയപരിധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെഡ് ലൈൻ. പദ്ധതി, പ്രോജക്റ്റ്. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. മുൻപ്, ബിഫോർ. വി നീഡ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. സമയപരിധിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. സിനിമ വളരെ രസകരമായിരുന്നു. ഞാനത് ശരിക്കും ആസ്വദിച്ചു. ദ മൂവി വാസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്.
സിനിമ, മൂവി. രസകരം, ഇൻട്രസ്റ്റിംഗ്. ശരിക്കും, റിയലി. ആസ്വദിക്കുക, എൻജോയ്, ആസ്വദിച്ചു, എൻജോയ്ഡ്. ദ മൂവി വാസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്. സിനിമ വളരെ രസകരമായിരുന്നു, ഞാനത് ശരിക്കും ആസ്വദിച്ചു. ഞാൻ നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ നിന്റെ ഫോൺ എല്ലായ്പ്പോഴും തിരക്കിലാണ്. ഐ ഹാവ് ബീൻ ട്രൈങ് ടു കോൺടാക്ട് യു ബട്ട് യുവർ ഫോൺ ഈസ് ഓൾവേസ് ബിസി. ബന്ധപ്പെടുക, കോൺടാക്റ്റ്. ശ്രമിക്കുക, ട്രൈ. എല്ലായ്പ്പോഴും, ഓൾവേസ്. തിരക്ക്, ബിസി. ഐ ഹാവ് ബീൻ ട്രൈങ് ടു കോൺടാക്ട് യു ബട്ട് യുവർ ഫോൺ ഈസ് ഓൾവേസ് ബിസി. ഞാൻ നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ നിന്റെ ഫോൺ എല്ലായ്പ്പോഴും തിരക്കിലാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ 2 പേർക്കുള്ള ടേബിൾ ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ടേബിൾ ഫോർ 2 അറ്റ് യുവർ റെസ്റ്റോറൻറ്റ് ടുനൈറ്റ്. ഇന്ന് രാത്രി, ടുനൈറ്റ്. ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബുക്ക്. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ടേബിൾ ഫോർ 2 അറ്റ് യുവർ റെസ്റ്റോറൻറ്റ് ടുനൈറ്റ്. ഇന്ന് രാത്രി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ 2 പേർക്കുള്ള ടേബിൾ ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലചരക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു പട്ടിക ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു മേക്ക് എ ലിസ്റ്റ് ബിഫോർ ഗോയിങ് ഗ്രോസറി ഷോപ്പിംഗ്. പലചരക്ക്, ഗ്രോസറി. പലചരക്ക് ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ്. പോകുക, ഗോ. പട്ടിക, ലിസ്റ്റ്. മുൻപ്, ബിഫോർ. ഉണ്ടാക്കുക, മേക്ക്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു മേക്ക് എ ലിസ്റ്റ് ബിഫോർ ഗോയിങ് ഗ്രോസറി ഷോപ്പിംഗ്. പലചരക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു പട്ടിക ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.